അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനില്ലാത്തതിന്റെ അവസ്ഥയാണ് ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്നത്, നേരിടുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലയോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് സഹാബാക്കളോട് അവിടുന്ന് വ്യക്തമായി അറിയിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബ എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു കാലഘട്ടം കടന്നു വരും സഹാബ. അവർ എത്തരത്തിലാണെന്നറിയോ, അവരുടെ അവസ്ഥ എത്തരത്തിലാണെന്നറിയോ, അവർ കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, യഖറഊനൽ ഖുർആൻ, അവർ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ്, വയുസല്ലൂന ഫിൽ മസ്ജിദി, പള്ളികളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്. സ്ത്രീകളാണെങ്കിൽ ബാങ്ക് വിളിച്ചാൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്നവളാണ്. എന്നാൽ വലൈസ ഫീഹിം ഈമാൻ, അവരുടെ ഹൃദയതലങ്ങളിൽ ഒരു ഈമാനിന്റെ കരസ്പർശം പോലെ കണിക പോലുമില്ല എന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതായ ഈ ഒരു വസ്തുത കാലഘട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ശരിയല്ലയോ മുഅ്മിനേ, ശരിയല്ലയോ മുഅ്മിനത്തേ? എല്ലാം ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസ്കാരത്തിന് പ്രാധാന്യം നൽകാതെ അതിന്റെ വക്തിയിൽ പോലും നമസ്കരിക്കാതെ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് ഇന്ന് സ്ത്രീകളല്ലയോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാം ഒരു പേരിന്, എല്ലാം ഒരു നാമകരണത്തിനായി ഇന്ന് കാലഘട്ടത്തിൽ കൊള്ളുമ്പോൾ അല്ലാഹു എവിടെ? അവനുണ്ടോ? അവൻ എന്ന് പറയുന്ന സംഭവ വികാസമുണ്ടോ? ഈ ലോകം സൃഷ്ടിച്ചത് അല്ലാഹു തന്നെയാണോ എന്നുള്ളൊരു അവസ്ഥ പോലെ, എന്നൊരു വിശ്വാസമില്ലായ്മ പോലെ ഇന്ന് സമൂഹത്തിന്റെ ഇടയ്ക്ക് കടന്നു വന്നില്ലയോ? ദൈവമില്ല, ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, ഇതെല്ലാം ജനങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണെന്നുള്ള ഒരു ചിന്താഗതി, ഒരവസ്ഥ, ഒരു സിറ്റുവേഷൻ ഇന്ന് ജനങ്ങളിൽ പോലും പരിഭ്രാന്തി വരുത്തില്ലയോ, കടന്നു വന്നില്ലയോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ സന്താന പരമ്പരകൾക്ക് അല്ലാഹു ഈമാനികമായ സൗഭാഗ്യം നിലനിർത്തി തരുമാറാവട്ടെ.